ഹലോ ഫ്രണ്ട്സ്, കോപ്പ പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പ ട്രേഡിലെ പ്രീവിയസ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സീരീസിലെ 10ാമത്തെ ക്വസ്റ്റ്യനായി സെലക്ട് ചെയ്തിരിക്കുന്നത് ഡെസിമൽ ടു ബൈനറി ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്പർ സിസ്റ്റം എന്താണെന്നൊന്ന് പരിചയപ്പെടാം. നമ്പർ സിസ്റ്റം എന്നത് പ്രധാനമായിട്ടും 4 ടൈപ്സ് ആണുള്ളത്. ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന്റെ ബേസിലുള്ള ഡിഫറൻസ് ആണ്. ബേസ് 10 ആയിട്ടുള്ള നമ്പേഴ്സിനെ ഡെസിമൽ എന്ന് പറയും, ബേസ് 2 ആയിട്ടുള്ളതിന് ബൈനറി നമ്പർ എന്ന് പറയും, അതേപോലെ ബേസ് 8 ആയിട്ടുള്ളതിന് ഒക്ടൽ നമ്പർ സിസ്റ്റം, ബേസ് 16 ആയിട്ടുള്ളതിന് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ബേസ് 10 എന്ന് പറഞ്ഞാൽ അവിടെ ടോട്ടൽ 10 ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക. ആ 10 ഡിജിറ്റ്സിനെ കൊണ്ടാണ് ബാക്കിയുള്ള ആ നമ്പർ സിസ്റ്റത്തിലുള്ള ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്, ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതിന്റെ ബേസ് 10 എന്ന് പറയുമ്പോൾ 0 to 9 വരെയുള്ള ഈ നമ്പേഴ്സിനെ കൊണ്ടാണ് ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 9 കഴിഞ്ഞാൽ 10 എന്നത് 1ഉം 0ഉം ചേർത്താണ്, അടുത്ത 1ഉം 1ഉം ചേർത്താണ് 11 കൊടുത്തിരിക്കുന്നത്. അതേപോലെ 1ഉം 2ഉം ചേർന്നാണ് അടുത്ത 12ന് കൊടുത്തിരിക്കുന്നത്. അതായത് 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആ ഒരു നമ്പർ സിസ്റ്റത്തിൽ വരുന്ന ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ബേസ് 2 എടുക്കുകയാണെങ്കിൽ അവിടെ 2 നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 2 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, 0ഉം 1ഉം. ഈ 2 ഡിജിറ്റ് യൂസ് ചെയ്തിട്ടാണ് അതിൽ ആ നമ്പർ സിസ്റ്റത്തിലെ ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാം 0, 1 കഴിഞ്ഞാൽ 2 എന്നുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ 2, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന 2 എന്ന നമ്പറിന് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന 1ഉം 0ഉം വെച്ചാണ്. ഓക്കെ, അപ്പോൾ 1 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് 2 ആണ്. ഇനി 1ഉം 1ഉം കൊടുത്തു കഴിഞ്ഞാൽ അത് 3 ആണ്. 1 0 0 കൊടുത്തു കഴിഞ്ഞാൽ അത് 4 ആണ്. അതായത് 1ഉം 0ഉം മാത്രമേ ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ബേസ് 8 ആണ് വരുന്നത്. അതായത് 0 to 7 വരെയുള്ള ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് അതിലെ ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 7 കഴിഞ്ഞാൽ പിന്നെ 8 ഇല്ല, 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ്സ് മാത്രമേ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. 7 കഴിഞ്ഞാൽ അടുത്ത നമ്പർ റെപ്രസെന്റ് ചെയ്യാനായി 1ഉം 0ഉം കൂടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 0 ചേർന്ന അവിടെ 8 എന്ന് പറഞ്ഞാൽ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലെ 8 എന്ന് പറഞ്ഞാൽ 1 0 ആണ്. അതുപോലെ തന്നെ അടുത്ത 9 റെപ്രസെന്റ് ചെയ്യുന്നത് 1 1 വെച്ചിട്ടാണ്, 10 റെപ്രസെന്റ് ചെയ്യുന്നത് 1 2 വെച്ചിട്ടാണ്. ഇനി നെക്സ്റ്റ് ഹെക്സാഡെസിമൽ എടുക്കുകയാണെങ്കിൽ അവിടെ ബേസ് 16 ആണ് വരുന്നത്. ടോട്ടൽ 16 ഡിജിറ്റ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 0 to F വരെ, 0 to 9 വരെയുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ഡിജിറ്റ്സും അതുപോലെ തന്നെ ആൽഫബറ്റ്സ് ആയ A to F വരെയുള്ള ലെറ്റേഴ്സും യൂസ് ചെയ്തിട്ടാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ള ബാക്കിയുള്ള നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 0 to F വരെ എന്ന് പറയുമ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ 15 ഈക്വലന്റ് ആണ് F വരുന്നത്. അത് കഴിഞ്ഞ് 16 റെപ്രസെന്റ് ചെയ്യാനായി വീണ്ടും 1ഉം 0 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 1 1 1 2 അങ്ങനെ പോകും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് 2016 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനായി ചോദിച്ചിരിക്കുന്നത് ക്രിയേറ്റ് എ ഫോം യൂസിങ് ജാവാസ്ക്രിപ്റ്റ് ടു കൺവേർട്ട് ഡെസിമൽ ടു ബൈനറി ആസ് പെർ ഡിസൈൻ. 40 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം ആ ഡിസൈനും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. കൺവേർട്ടിംഗ് ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ട്. അതിന് താഴെ ടെക്സ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഡെസിമൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലേബൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കൺവേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാം. അതിന് താഴെ ഒരു ടെക്സ്റ്റ് ബോക്സ് ടെക്സ്റ്റ് 2, അതിന് റൈറ്റ് സൈഡിലായിട്ട് ബൈനറി എന്നുള്ള ഒരു ലേബലും കൂടി കാണാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ HTML യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കോഡിങ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. HTMLും ജാവാസ്ക്രിപ്റ്റും കോഡ് എഴുതുന്നതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന ടെക്സ്റ്റ് എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നോട്ട് പാഡ് യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ഫയലിൽ ന്യൂ ഫയൽ സെലക്ട് ചെയ്യാം. ഇനി കോഡ് എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഇത് സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ സേവ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഫയൽ നെയിം കൊടുക്കുക. ഫയൽ നെയിം ഡീഫോൾട്ട് ആയിട്ട് .txt ഫയൽ ആയിട്ടാണ് വരിക. അത് .html ആയിട്ട് സേവ് ചെയ്യണം. അപ്പോൾ HTML ഫയൽ സേവ് ചെയ്യേണ്ടത് .html എന്നുള്ള എക്സ്റ്റൻഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഡെസിമൽ ടു ബൈനറി കൺവേർഷന്റെ പ്രോഗ്രാമാണ്. അതുകൊണ്ട് DEC to BIN .html എന്ന് കൊടുക്കുകയാണ്. ഏത് നെയിം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഡെക് ടു ബിൻ .html എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സേവ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഫയൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ ആദ്യം നമുക്ക് HTML ടാഗ് ഓപ്പൺ ചെയ്യാം. HTML ടാഗിനകത്ത് രണ്ട് സെക്ഷനാണ് വരുന്നത്, ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. ഇപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലായതുകൊണ്ടാണ് ഇതുപോലെ ക്ലോസിംഗ് ടാഗും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക്കലി വരുന്നത്. നോട്ട് പാഡിലാവുമ്പോൾ നമ്മൾ പ്രത്യേകം അത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഒക്കെ ടൈപ്പ് ചെയ്തിട്ട് തന്നെ കൊടുക്കണം. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ആയതുകൊണ്ടാണ് ഇതുപോലെ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡിസൈൻ ചെയ്തു തുടങ്ങാം. അതിനായിട്ട് ബോഡി പാർട്ടിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൺവേർട്ടിംഗ് ടേബിൾ എന്നുള്ള ഈ ഒരു ഹെഡിങ് ആണ്. ഹെഡിങ് ടാഗ് കൊടുക്കുന്നതിനായി H1 H2 യൂസ് ചെയ്യാം. ഞാനിവിടെ H2 ടാഗാണ് കൊടുക്കാൻ പോകുന്നത്. H2 ടാഗിനകത്ത് കൺവേർട്ടിംഗ് ടേബിൾ. നെക്സ്റ്റ് കൊടുക്കേണ്ടത് ഒരു ടെക്സ്റ്റ് ബോക്സും അതുപോലെ തന്നെ ഒരു ലാബലും ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുന്നതിനായിട്ട് ഇൻപുട്ട് ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ടാഗ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വേറെ ആട്രിബ്യൂട്ട്സ് ഒന്നും ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് ഡെസിമൽ എന്നുള്ള ലാബൽ കൊടുക്കണം. അതിനായിട്ട് ലാബൽ ടാഗ് യൂസ് ചെയ്യാം. അതിനിടയിൽ ഡെസിമൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലാബൽ ടാഗും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കാനുള്ളത് കൺവേർട്ട് എന്നുള്ള ഒരു ബട്ടൺ ആണ്. അപ്പോൾ ബട്ടൺ കൊടുക്കാനായി നമുക്ക് ബട്ടൺ ടാഗ് യൂസ് ചെയ്യാം. അപ്പോൾ ബട്ടൺ മുകളിൽ എന്താണോ ടൈപ്പ് ചെയ്ത് വരേണ്ടത് അതിവിടെ കൊടുക്കാം, കൺവേർട്ട്. നെക്സ്റ്റ് ടെക്സ്റ്റ് 2 എന്ന ഒരു ടെക്സ്റ്റ് ബോക്സും ബൈനറി എന്നുള്ള ഒരു ലാബലും കൊടുക്കണം. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് ലാബലും കൊടുക്കാനായിട്ട് ഞാൻ നേരത്തെ കൊടുത്തതിനെ കോപ്പി എടുക്കുവാണ്. Ctrl+C Ctrl+V കൊടുത്തു. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് സെയിം തന്നെയാണ്. ലാബലിൽ ഡെസിമൽ അല്ല വരേണ്ടത്, ബൈനറി എന്നാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസൈനിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം Ctrl+S കൊടുത്ത് സേവ് ചെയ്യാം. ഇനി ഏത് ഫോൾഡറിലാണോ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ കാണാം, dev2bin.html. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ വെബ് പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലാദ്യം നമ്മൾ H2 കൺവേർട്ടിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻപുട്ട് ബോക്സും ലാബലും ഉണ്ട്, അതിവിടെ വന്നിട്ടുണ്ട്. അവിടെ നെക്സ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്, ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ടെക്സ്റ്റ് ബോക്സും അതുപോലെ തന്നെ ബൈനറി എന്നുള്ള ലാബലും. പക്ഷെ ഇത് വന്നിരിക്കുന്നത് കൺവേർട്ടിംഗ് ടേബിൾ എന്നുള്ള അത് ഹെഡിങ് ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടെക്സ്റ്റ് ബോക്സ് ഡെസിമൽ എന്നുള്ള ലാബലും കഴിഞ്ഞ ശേഷം കൺവേർട്ട് നെക്സ്റ്റ് ലൈനിലാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ കൺവേർട്ട് എന്നുള്ള ബട്ടണിന് മുമ്പായിട്ട് ഒരു ബ്രേക്ക് ടാഗ് കൊടുക്കാം. Ctrl+S കൊടുത്തു, റിഫ്രഷ് ചെയ്തു. അപ്പോൾ കൺവേർട്ട് എന്നുള്ള നെക്സ്റ്റ് ലൈനിൽ വന്നു. നെക്സ്റ്റ് അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബോക്സും ഈ ഒരു ലാബലും വരേണ്ടത് അടുത്ത ലൈനിലാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സിന് മുമ്പായിട്ട് ഒരു ബ്രേക്ക് ടാഗും കൂടി കൊടുക്കാം. അപ്പോൾ ഇതാണ് ആ ടെക്സ്റ്റ് ബോക്സ്, അതിന് മുമ്പായിട്ട് ഒരു ബ്രേക്ക് ടാഗ് കൂടി കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ തന്നെ ഏകദേശം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം ഈ ഒരു പാർട്ട് മൊത്തം നമുക്കൊരു ഡിവിനകത്തോട്ടേക്ക് കൊടുക്കാം. ഓക്കെ, ഡിവ് ടാഗ് ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, Ctrl+S കൊടുത്തു, റിഫ്രഷ് കൊടുക്കുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് അവിടെ മാറ്റമൊന്നുമില്ല. ഡിവ് ടാഗ് മാത്രം കൊടുത്തത് കൊണ്ട് അവിടെ ചേഞ്ചസ് ഒന്നും വരില്ല. ഇനി ഡിവ് ടാഗിന് നമ്മൾ സ്റ്റൈൽ കൊടുക്കുമ്പോഴാണ് അതിനകത്ത് ചേഞ്ചസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിവിന് നമുക്കൊരു സ്റ്റൈൽ കൊടുത്തു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഹെഡ് ടാഗിനകത്ത് സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്യാം. ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. പല രീതിയിൽ സ്റ്റൈൽ കൊടുക്കാം, ഇൻലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടോ എക്സ്റ്റേണൽ ആയിട്ടോ ഒക്കെ കൊടുക്കാം. ഞാനിവിടെ ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഹെഡിൽ സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് കൊടുക്കേണ്ടത് ഡിവ് ആണ്. അപ്പോൾ ഡിവ് എന്നുള്ള വേറെ ഡിവ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിന് ഐഡിയോ ക്ലാസ്സോ ഒന്നും കൊടുക്കുന്നില്ല. ഇനി നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. അപ്പോൾ ഡിവിനകത്ത് ആദ്യം നമുക്കൊരു ബോർഡർ കൊടുക്കാം. ഓക്കെ, ബോർഡർ 1px, അതായത് ബോർഡറിന്റെ വിഡ്ത്ത്. നെക്സ്റ്റ് സോളിഡ് ബോർഡർ സ്റ്റൈൽ കൊടുത്തു. നെക്സ്റ്റ് ബോർഡർ കളർ കൊടുക്കാം, കളർ ഒരു ബ്ലൂ കളർ കൊടുക്കാം. ഇനി ഇതൊന്ന് സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യാം. അപ്പോൾ ഒരു ബോർഡർ അവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇനി ആ ബോർഡറിന് നമുക്കൊരു ഹൈറ്റും വിഡ്ത്തും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഹൈറ്റ് ഒരു 300 കൊടുക്കാം, വിഡ്ത്ത് ഒരു 500 പിക്സൽസ് കൊടുക്കാം. Ctrl+S കൊടുത്തു, റിഫ്രഷ് ചെയ്തു. അപ്പോൾ ഒരു ഹൈറ്റും വിഡ്ത്തും അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിഡിലോട്ട് കൊണ്ടുവരാം. അതായത് ഈ ലെഫ്റ്റ് മാർജിൻ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, അതിനായിട്ട് മാർജിൻ ലെഫ്റ്റ് ഒരു 30% കൊടുക്കാം. Ctrl+S കൊടുത്തു. ഇപ്പോൾ മാർജിൻ ലെഫ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 50% ആയിട്ടും കൊടുക്കാം, കുറച്ച് സെൻട്രലോട്ട് വരുന്ന വിധത്തിൽ. ഇനി അതിന് ഒരു മാർജിൻ ടോപ്പ് കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം, ഒരു 10%. Ctrl+S കൊടുത്തു, റിഫ്രഷ് ചെയ്തു. അപ്പോൾ ടോപ്പ് വന്നിട്ടുണ്ട്. മാർജിൻ ലെഫ്റ്റ് നമ്മൾ 30% കൊടുത്തു, മാർജിൻ ടോപ്പ് 10% കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള കണ്ടന്റ് എല്ലാം കുറച്ച് അടുപ്പിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് ഒരു പാഡിങ് കൊടുത്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. പാഡിങ് 20px കൊടുക്കാം. അപ്പോൾ പാഡിങ് കൊടുത്തപ്പോൾ കുറച്ചൊന്ന് അവിടെ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അലൈൻമെന്റ് ഒന്ന് ശരിയാക്കാം. ടെക്സ്റ്റ് അലൈൻ സെന്റർ കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് അലൈൻ സെന്റർ.
കൺട്രോൾ എസ് കൊടുത്തു. ഇപ്പോൾ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ വന്നിട്ടുണ്ട്. ഇനി ഈ ടെക്സ്റ്റ് ബോക്സും ബട്ടണും അടുത്ത ടെക്സ്റ്റ് ബോക്സും തമ്മിൽ അടുപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതിനൊരു അകലം കൊടുക്കാനായിട്ട് നമുക്ക് ബ്രേക്ക് ടാഗ് തന്നെ കൊടുക്കാം. ഒരു ബ്രേക്ക് ടാഗ് യൂസ് ചെയ്തതിന് പകരം ഒരു 2 ബ്രേക്ക് ടാഗ് കൂടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ 3 ബ്രേക്ക് ടാഗ് കൊടുത്തു. അതുപോലെ തന്നെ ബട്ടൺ കഴിഞ്ഞിട്ടും കൺട്രോൾ എസ് കൊടുത്തു, റിഫ്രഷ് ചെയ്യും. അപ്പോൾ ഇത് മാക്സിമൈസ് ചെയ്താൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ കൺവേർട്ടിംഗ് ടേബിൾ വന്നിട്ടുണ്ട്. ഒരു ടെക്സ്റ്റ് ബോക്സ്, ഡെസിമൽ, കൺവേർട്ട് എന്നുള്ള ഒരു ബട്ടൺ, നെക്സ്റ്റ് ഒരു ടെക്സ്റ്റ് ബോക്സ്, ബൈനറി. ഈ ഒരു മോഡലാണ് നമ്മളടുത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇനി അതിന് ബാക്ക്ഗ്രൗണ്ട് കളറും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നമുക്ക് നേരെ ഇനി ജാവാസ്ക്രിപ്റ്റ് കോഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് കൊടുക്കാം. കോഡ് കൊടുക്കാനായിട്ട് ഹെഡ് സെക്ഷനിലും കൊടുക്കാം, ബോഡി സെക്ഷനിലും കൊടുക്കാം. ഞാനിവിടെ ബോഡി സെക്ഷനിലാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്തു. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഈ ഒരു ടെക്സ്റ്റ് ബോക്സിനകത്ത് നമ്മളൊരു നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 10 എന്ന നമ്പർ ഡെസിമൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കൺവേർട്ട് ചെയ്ത് ബൈനറി ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. അപ്പോൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനുവലി ചെയ്യുന്ന മെത്തേഡ് അറിയായിരിക്കും. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിനകത്ത് അത്രയും ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനായിട്ട് സിമ്പിളായിട്ട് ഒരു മെത്തേഡ് കോൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഇതിൽ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 10 എന്ന നമ്പർ കൊടുത്ത് ഈ കൺവേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ ആൻസർ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിനകത്താണ് നമ്മൾ ഡെസിമൽ നമ്പർ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഡെസിമൽ നമ്പർ കൊടുക്കുന്ന ടെക്സ്റ്റ് ബോക്സിന് നമുക്ക് ആദ്യം ഒരു ID കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബോക്സ്. ഇനി അതിനൊരു ID കൊടുക്കാം. ID ഈക്വൽ ടു ഡെസിമൽ എന്ന് കൊടുക്കാം. നെക്സ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ബൈനറി നമ്പർ ഡിസ്പ്ലേ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ബൈനറി എന്നുള്ളൊരു ID കൊടുക്കാം. ID ഈക്വൽ ടു ബൈനറി. ഇപ്പോൾ 2 ടെക്സ്റ്റ് ബോക്സിന് നമ്മൾ ഒരു ID കൊടുത്തു. ഇനി ഈ ബട്ടണിന് വേണമെങ്കിൽ ഒരു ID കൊടുക്കാം. ID ഈസ് ഈക്വൽ ടു കൺവേർട്ട്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ID കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് ഡെസിമൽ എന്നുള്ള ഐഡിയിലുള്ള ടെക്സ്റ്റ് ബോക്സ്, ഇത് ബൈനറി എന്നുള്ള ഐഡിയിലുള്ള ടെക്സ്റ്റ് ബോക്സ്, ഇത് കൺവേർട്ട് എന്നുള്ള ഐഡിയിലുള്ള ഒരു ബട്ടൺ. അപ്പോൾ ഡെസിമൽ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് ബോക്സിനകത്ത് യൂസർ ഡാറ്റ എൻ്റർ ചെയ്യും. അതിനുശേഷം കൺവേർട്ട് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡ് വർക്ക് ചെയ്യേണ്ടത് അല്ലേ. അതായത് ഇത് കൺവേർട്ട് ചെയ്യാനുള്ള കോഡ് വർക്ക് ചെയ്യേണ്ടത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പോൾ അതിനായിട്ട് ഈ കൺവേർട്ട് എന്നുള്ള ബട്ടന് ഒരു ക്ലിക്ക് ഇവന്റ് നമുക്ക് കൊടുക്കാം. അതായത് ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഓൺ ക്ലിക്ക് എന്നുള്ള ഇവന്റിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ നെയിം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബട്ടന്റെ ടാഗിനകത്ത് ഓൺ ക്ലിക്ക്, സ്പെല്ലിങ് ശ്രദ്ധിക്കണം. ഇവിടെ ഹെൽപ്പ് കിട്ടും, നോട്ട് പാഡിൽ നമുക്ക് ഇതേപോലെ ഹെൽപ്പ് കിട്ടൂല. അപ്പോൾ ഓൺ ക്ലിക്കിൽ നമുക്ക് ഏതാണോ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എഴുതാൻ പോകുന്ന കോഡിന്റെ നെയിമാണ് കൊടുക്കുന്നത്. ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ കോഡ് എഴുതേണ്ടത്, അതായത് കൺവേർട്ട് ചെയ്യേണ്ട കോഡ്. ആ ഫംഗ്ഷന്റെ നെയിമാണ് ഈ ഓൺ ക്ലിക്കിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ DC to BIN എന്നുള്ള ഒരു നെയിം കൊടുക്കാം, ഫംഗ്ഷൻ നെയിം. ഓക്കെ, ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ബ്രാക്കറ്റ് കൂടി കൊടുക്കണം. ഇപ്പോൾ ഡെക് ടു ബിൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ നെയിം കൊടുത്തു. ഇപ്പൊ അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ഡെക് ടു ബിൻ എന്നുള്ള ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇവിടെ കൊടുത്തില്ല. ഇവിടെ ജസ്റ്റ് കോൾ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ കോഡ് കൊടുക്കണം. അപ്പോൾ ഈ ഡെക് ടു ബിൻ എന്നുള്ള നെയിമിൽ ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ എഴുതണം. അതിനായിട്ട് സ്ക്രിപ്റ്റ് ടാഗിനകത്ത് ഫംഗ്ഷൻ കീവേഡ് യൂസ് ചെയ്തു. അതിനുശേഷം ഫംഗ്ഷൻ നെയിം കൊടുക്കണം, ഡെക് ടു ബിൻ കൊടുത്തു, നെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി അതിന്റെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനിയാണ് നമ്മൾ ഇത് കൺവേർട്ട് ചെയ്യാനുള്ള കോഡ് കൊടുക്കേണ്ടത്. 10 എന്ന് കൊടുത്ത് കൺവേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ വരെ എത്തിക്കഴിഞ്ഞു. ഓൺ ക്ലിക്കിൽ ഡെക് ടു ബിന്നിലോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഡെക് ടു ബിൻ എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഈ ഫംഗ്ഷൻ അകത്തോട്ട് വരും. ഇനി നമ്മൾ എങ്ങനെയാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ കോഡ് ഇവിടെ കൊടുക്കണം അല്ലേ. അപ്പോൾ ആ കോഡ് നമുക്ക് കൊടുക്കാം. ആദ്യം നമുക്ക് ആ നമ്പർ കിട്ടണം. എന്താണോ യൂസർ അവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത്, ആ ടെക്സ്റ്റ് ബോക്സിനകത്ത് എൻ്റർ ചെയ്തിരിക്കുന്നത്, ആ നമ്പർ കിട്ടണം. ആ നമ്പർ ഉള്ളത് ID ഡെസിമൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സിനകത്താണ് ആ നമ്പർ ഉള്ളത്. അപ്പോൾ അത് കിട്ടാനായിട്ട് നമുക്ക് ആദ്യം ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യാം. വാർ നമ്പറിന് NO എന്ന് കൊടുക്കാം. നെക്സ്റ്റ് ഈക്വൽ ടു, നമ്മൾ ഡയറക്റ്റ് അസൈൻ ചെയ്യാൻ പാടില്ല. ഈ ഡെസിമൽ എന്നുള്ള നെയിമിലുള്ള ടെക്സ്റ്റ് ബോക്സിനകത്തുള്ള വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടാനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഓഫ്, ഇനി ഏതാണോ ID ആ ID ഇവിടെ ഡബിൾ കോട്ടിനകത്ത് കൊടുക്കാം. അപ്പോൾ ഡെസിമൽ എന്നുള്ള IDയിലുള്ള കണ്ടന്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഡെസിമൽ എന്നുള്ള നെയിം അവിടെ കൊടുത്തു, ഡോട്ട് വാല്യൂ.
അതായത് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു HTML ഡോക്യുമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഡെസിമൽ എന്നുള്ള ഐഡിയിലുള്ള എലമെന്റ് എടുത്തു, അതിനകത്തുള്ള വാല്യൂ അതായത് 10 എന്നുള്ള വാല്യൂ. അപ്പോൾ ഇതാണ് ഡെസിമൽ എന്നുള്ള ഐഡിയിലുള്ള എലമെന്റ്, അതിനകത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ 10 എന്നോ എന്നുള്ള വാരിയബിളിനകത്തോട്ടേക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൺവേർട്ട് ചെയ്ത റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് ആദ്യം ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യാം. വാർ ബിൻ, ബൈനറി വാല്യൂ ആണല്ലോ. അപ്പോൾ ബിൻ ഈക്വൽ ടു, ഇനി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ നമ്പർ എടുക്കുക. നമ്പർ ഇപ്പോൾ എന്നോ എന്നുള്ള വാരിയബിളിനകത്താണ് ഉള്ളത്, അത് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഡോട്ട് ടു സ്ട്രിങ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുക. ടു സ്ട്രിങ് ഓഫ് ബ്രാക്കറ്റിനകത്ത് 2 എന്ന് ടൈപ്പ് ചെയ്യുക. അതായത് ബൈനറി നമ്പറിന്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഏത് ബേസിലുള്ള നമ്പറിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ബേസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബൈനറി നമ്പർ ആകുമ്പോൾ 2 കൊടുക്കണം, ഹെക്സാഡെസിമൽ ആണെങ്കിൽ 16 കൊടുക്കണം, ഒക്ടൽ ആണെങ്കിൽ 8 കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വാർ ബിൻ ഈസ് ഈക്വൽ ടു എന്നോ ഡോട്ട് ടു സ്ട്രിങ് കൊടുത്തു. ഇനി ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി ഓഫ് ഡെസിമൽ ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ 10 കിട്ടി. ഈ 10 ഒരു സ്ട്രിങ് ആയിട്ടാണ് ഇവിടെ സ്റ്റോർ ചെയ്യുക. നമുക്ക് നമ്പർ ആയിട്ട് കിട്ടിയാൽ മാത്രമേ ഇതിനെ ടു സ്ട്രിങ് ഓഫ് 2 കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതിനെ ഒരു നമ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്പർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യും. അപ്പോൾ നമ്പർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തു. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി ഓഫ് ഡെസിമൽ ഡോട്ട് വാല്യൂവിനെ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്ത ശേഷം എന്നോ എന്നുള്ള വാരിയബിളിനകത്തോട്ടേക്ക് സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് ബിൻ എന്നുള്ള ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനകത്തോട്ടേക്ക് എന്നോ ഡോട്ട് ടു സ്ട്രിങ് ഓഫ് 2 എന്ന് കൊടുത്തു. എന്നോ ഡോട്ട് ടു സ്ട്രിങ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത വാല്യൂ നമുക്ക് രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിനകത്തോട്ടേക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതായത് ബൈനറി എന്നുള്ള ടെക്സ്റ്റ് ബോക്സിനകത്തോട്ടേക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി ഓഫ് ബൈനറി. അതായത് ബൈനറി എന്നുള്ള ഐഡിയിലുള്ള എലമെന്റിന്റെ വാല്യൂ എന്നത് ബിൻ എന്നുള്ള വാരിയബിളിനകത്തുള്ള വാല്യൂ ആയിരിക്കണം. അപ്പോൾ ബിൻ എന്നുള്ളതിനകത്താണ് നമ്മൾ നമ്പർ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ആ നമ്പർ എടുത്തിട്ട്, ബൈനറി നമ്പർ ഉള്ളത്, ആ നമ്പർ എടുത്തിട്ട് ഇതിനകത്തോട്ടേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കൺട്രോൾ എസ് കൊടുത്തു, റിഫ്രഷ് ചെയ്തു, 10 എന്ന് ടൈപ്പ് ചെയ്തു, കൺവേർട്ട് കൊടുത്തു. അപ്പോൾ കൺവേർട്ട് കൊടുക്കുമ്പോൾ എന്തായി, ഇവിടെ 1010 എന്ന് വന്നിട്ടുണ്ട്. 10 എന്ന ഡെസിമൽ നമ്പറിന്റെ ഈക്വലന്റ് ആയിട്ട് വരുന്ന ബൈനറി എന്ന് പറയുന്നത് 1010 ആണ്. ഓക്കെ, അപ്പം നമുക്ക് 3 എന്നുള്ള നമ്പർ ചെക്ക് ചെയ്ത് നോക്കാം. 1 നമ്മൾ നേരത്തെ കണ്ടതാണ്. 2 എന്ന നമ്പറിന് ഈക്വലന്റ് ആയിട്ട് 10 ആയിരുന്നു, കണ്ടില്ലേ? അപ്പം ഇനി 100 കൊടുക്കുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇനി ബാക്കി ഇതിനെ ഡിസൈൻ ചെയ്തെടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റൈലൊക്കെ കൊടുത്ത്, ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ കൊടുത്ത്, അതേപോലെ ബോർഡറൊക്കെ കുറച്ച് തിക്കാക്കി കൊടുത്ത് കുറച്ച് നല്ല കളർഫുൾ ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.